ഭൂപടങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് നമ്മൾ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്? അപ്പോൾ ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലും മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിലും ഭൂപടങ്ങൾക്ക് ഒരുപാട് സവിശേഷമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട് അല്ലേ? ഇപ്പോൾ വിദൂര സംവേദന സംവിധാനത്തിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ മൊബൈലിൽ പ്രവർത്തിക്കുന്ന ഗൂഗിൾ മാപ്സ് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഭൂപടത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പണ്ടുള്ളവരൊക്കെ എങ്ങനെയായിരുന്നു? അവർ തന്നെ ഓരോ സ്ഥലത്തെയും കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പറിലായിരുന്നു, ചിലപ്പോൾ താളയോലകൾ പോലുള്ള കാര്യങ്ങളിലൊക്കെ ആയിരുന്നു മുമ്പുള്ളവർ ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്കത് നമ്മുടെ കൈക്കുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഭൂപടത്തിലെ ചിത്രീകരണം, വ്യത്യസ്ത തരത്തിലുള്ള ഭൂപടങ്ങൾ തുടങ്ങിയതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയെ പറയുന്ന പേര് എന്താണ്? ഭൂപടശാസ്ത്രം. ഭൂപടശാസ്ത്രം എന്നാണ് ഭൂപടങ്ങൾ, അതായത് മാപ്സുകൾ തയ്യാറാക്കുന്ന ഒരു ശാസ്ത്രശാഖയെ പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ കാർട്ടോഗ്രാഫി എന്നാണ് അറിയപ്പെടുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തിയെ അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ എന്നാണ്. തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രാഫിയും ഇത് തയ്യാറാക്കുന്ന വ്യക്തി കാർട്ടോഗ്രാഫറുമാണ്. ഇനിയിപ്പം ഏതൊരു വാക്കായാലും എവിടെ നിന്നെങ്കിലുമൊക്കെ ആയിരിക്കും ഡിറൈവ് ചെയ്തിട്ടുള്ളത്, ഏതെങ്കിലും ഒരു ഭാഷയിൽ നിന്നിട്ടായിരിക്കും ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാർട്ടോഗ്രഫി എന്നതിൽ കാർട്ടെ എന്ന് പറയുന്നത് ഗ്രാഫിക് എന്ന് പറയുന്നതും രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? ഫ്രഞ്ച് ഭാഷയിൽ നിന്നിട്ടാണ് ഇവ രൂപം കൊണ്ടത്. കാർട്ടെ എന്നതിന് ഭൂപടം എന്നും ഗ്രാഫിക് എന്നതിന് വരയ്ക്കുക എന്നുമാണ് അർത്ഥം. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? അപ്പോൾ അതായത് കാർട്ടെ എന്നതിന് ഭൂപടം മാപ്പ് എന്നും ഗ്രാഫിക് എന്നതിന് ഡ്രോയിങ് എന്നുമാണ്. കൂട്ടിപ്പറയണമെങ്കിൽ മാപ്പ് ഡ്രോയിങ് എന്നാണ് അർത്ഥം. ഇത് ശരിയാണോ തെറ്റാണോ? ഈ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ഡാഷിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇന്ന് വരെ കണ്ടെത്തിയവയിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ. അപ്പോൾ 5000 വർഷങ്ങൾക്ക് മുൻപ് കളിമണ്ണിൽ ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഈ ഇന്നേ വരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങളുള്ളത്. അത് മെസോപ്പൊട്ടോമിയയിലാണ് കേട്ടോ. മെസോപ്പൊട്ടോമിയയിലാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഭൂപടങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? അനാക്സിമാൻഡർ. അനാക്സിമാൻഡറാണ് ആദ്യമായിട്ട് ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ. അനാക്സിമാൻഡറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ BC 610 ഏഷ്യ മൈനറിലെ മിലാസൈറ്റിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ്. ഈ അനാക്സിമാൻഡറുടെ കാലഘട്ടത്തിലൊക്കെ ഭൂപടങ്ങൾ തയ്യാറാക്കിയിരുന്നത് തുകലിലും വെങ്കല ഫലകങ്ങളിലുമാണ്. ഓക്കെ, അപ്പോൾ തുകലിലും വെങ്കല ഫലകങ്ങളിലുമാണ് അനാക്സിമാൻഡറിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഭൂപടങ്ങൾ തയ്യാറാക്കിയിരുന്നത്. ഭൂപട നിർമ്മാണത്തിന് സംഭാവന ചെയ്ത ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഇറാത്തോസ്തനീസ്. ഇറാത്തോസ്തനീസാണ് ഭൂപട നിർമ്മാണത്തിന് സംഭാവന നൽകിയ ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ തത്വചിന്തകനായിരുന്നു, ഇത് ഗണിതശാസ്ത്രജ്ഞൻ, മാത്തമാറ്റീഷ്യനാണ്. ഭൂപട നിർമ്മാണത്തിന് സംഭാവന നൽകിയ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയായിരുന്നു? ഹിപ്പാർക്കസ്, ടോളമി. ഹിപ്പാർക്കസും ടോളമിയുമാണ് ഇതിനു വേണ്ടിയിട്ട് സംഭാവന നൽകിയ ജ്യോതിശാസ്ത്രജ്ഞന്മാർ. ഈ കൊളംബസ്, മെഗലൻ മുതലായ നാവികരുടെയും പര്യവേക്ഷകരുടെയും ലോകയാത്രകൾ വ്യക്തവും കൃത്യവുമായി ഭൂപട നിർമ്മാണത്തിന് വഴിതെളിയിച്ചു. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശരി തന്നെയാണ്. അതുപോലെ ഭൂപടത്തെ പറ്റിയിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെല്ലാം മേഖലകളിലാണ് ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ്. ഭൂമിശാസ്ത്ര മേഖല, പ്രതിരോധ മേഖല, വിനോദസഞ്ചാര മേഖല, ഭരണനിർവഹണ മേഖല, ഗതാഗത മേഖല എന്നിങ്ങനെയുള്ള മേഖലകളിലാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, അതാണ് ഞാൻ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഭൂമിശാസ്ത്ര മേഖല, പ്രതിരോധ മേഖല, വിനോദസഞ്ചാര മേഖല, ഭരണനിർവഹണ മേഖല, ഗതാഗത മേഖല എന്നീ മേഖലകളിലാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. ഭൂപടങ്ങൾക്ക് ഉണ്ടാകേണ്ട അവശ്യ ഘടകങ്ങൾ ഏതെല്ലാം?
എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഭൂപടത്തിന് പ്രധാനമായിട്ടും ഉണ്ടാകേണ്ടത്? ബേസിക് തിങ്സ് എന്തൊക്കെയാണ്? ഒന്ന്, തലക്കെട്ട്, ഒരു ഹെഡിങ്. ഓക്കെ. പിന്നെ തോത് അല്ലെങ്കിൽ സ്കെയിൽ, ദിക്ക് അല്ലെങ്കിൽ ഡയറക്ഷൻ, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്സ് പോലുള്ളത്. പിന്നെ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്ന ചില കളേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചില ചിഹ്നങ്ങളും ഉണ്ട്, ഒരുപാട് സിമ്പിൾസ് കാര്യങ്ങൾ അതൊക്കെ. പിന്നെ സൂചിക. ഇത്രയും കാര്യങ്ങളുമാണ് ഒരു ഭൂപടത്തിന് ഉണ്ടാകേണ്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഈ കാര്യങ്ങൾ വഴിയാണ് ഒരാൾക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിൻ്റെ ഉള്ളടക്കം എന്തെന്നും സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട്. അപ്പോൾ തലക്കെട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്നും അതുപോലെ തന്നെ ഭൂപടത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നും സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട്. ഇനി ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് എന്തെന്ന് പറയുന്നത്? തോത്, സ്കെയിൽ. ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഒരു അകലമുണ്ട്, അത് നമ്മൾ ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആനുപാതിക അകലമാണ് തോത്, സ്കെയിൽ. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖയാണ് രേഖാംശ രേഖകൾ. അപ്പോൾ ഭൂമിയുടെ സൗത്ത് പോളിനെയും നോർത്ത് പോളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഭൂമധ്യ രേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്നതാണ് അക്ഷാംശ രേഖകൾ. ഓക്കെ. ഭൂമധ്യ രേഖയ്ക്ക് സമാന്തരമായിട്ട് ഉള്ള വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യ രേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നതാണ് തിമാറ്റിക് ഭൂപടങ്ങൾ അല്ലെങ്കിൽ തിമാറ്റിക് മാപ്സ്. പ്രത്യേക വിഷയങ്ങൾ എന്തെങ്കിലും പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെയാണ് തിമാറ്റിക് മാപ്സ് എന്ന് അറിയപ്പെടുന്നത്. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ പൊതുവെ രണ്ടായി ആണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഭൗതിക ഭൂപടങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്സ്, സാംസ്കാരിക ഭൂപടങ്ങൾ അല്ലെങ്കിൽ കൾച്ചറൽ മാപ്സ്. ഇപ്പോൾ ഫിസിക്കൽ മാപ്സും കൾച്ചറൽ മാപ്സും ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ടാണ് മാപ്പുകളെ തിരിച്ചിരിക്കുന്നത്. അതാണ് ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും. ഭൂപ്രകൃതി, കാലാവസ്ഥ, പ്രകൃതിദത്തമായ വിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. അപ്പോൾ ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മണ്ണ്, സോയിലിനെ പറ്റിയിട്ടുള്ളത്, ക്ലൈമറ്റ്, കാലാവസ്ഥയെ പറ്റിയിട്ടുള്ളത്, പിന്നെ നാച്ചുറൽ വെജിറ്റേഷൻ, നമ്മുടെ നൈസർഗിക സസ്യജാല ഭൂപടങ്ങൾ, അസ്ട്രോണമിക്കൽ, ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ഭൂപടങ്ങൾ, വെതർ മാപ്പ്, ദിനാവസ്ഥ ഭൂപടങ്ങൾ, ഫിസിയോഗ്രാഫി മാപ്പ്, ഭൂപ്രകൃതി ഭൂപടങ്ങൾ. ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ളവയാണ് ഭൗതിക ഭൂപടങ്ങളിൽ ഉൾപ്പെടുന്നത്. അതായത് ഭൂപ്രകൃതി, കാലാവസ്ഥ എല്ലാം പ്രകൃതിദത്തമായ സവിശേഷതകളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. എന്നാൽ സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ അതായത് മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. അതിൽ നമുക്ക് എന്തൊക്കെ വരാം? ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലേ, കൃഷിയുണ്ട്, കൾച്ചറൽ മാപ്സ്, വ്യവസായത്തിൽ പറയുന്നത് ഇൻഡസ്ട്രിയൽ മാപ്പ്, പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ മാപ്പ്, പിന്നെ അതിർത്തി എന്ന് പറയുന്നത് നമ്മളെ സൈനിക ഭൂപടം, അതുപോലെ ഹിസ്റ്റോറിക്കൽ മാപ്പ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളായി വരുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിലും അവയെ രണ്ടായി തിരിക്കാം. അതായത് നമുക്കിനി സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് ഭൂപടങ്ങളെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ചെറിയ തോത് ഭൂപടങ്ങൾ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ മാപ്സ്, വലിയ തോത് ഭൂപടങ്ങൾ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മാപ്സ്. അപ്പോൾ ചെറിയ തോതും വലിയ തോതും. ഇനി ചെറിയ തോതിൽ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? അറ്റ്ലസ് മാപ്പും ചുമർ ഭൂപടങ്ങളും, അതായത് അറ്റ്ലസ് മാപ്പും വാൾ മാപ്പും. പിന്നെ വലിയ തോതിന് ഉദാഹരണങ്ങളാണ് കഡാസ്ട്രൽ മാപ്പും ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, അതായത് ധരാതലീയ ഭൂപടങ്ങളും. അപ്പം ഇതൊക്കെയാണ് സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാപ്പുകളുടെ ഉദാഹരണങ്ങൾ.
ഇനി ഇവയൊക്കെ എന്താണ് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കണ്ടേ. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. അതായത് വലിയ പ്രദേശത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്നതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. ഇനി ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. കാരണം എന്താ, നമ്മൾ വിചാരിക്കും വലിയ ഭൂപ്രദേശങ്ങളുള്ളതായിരിക്കും വലിയ തോതും, ചെറുതിലായിരിക്കും ചെറിയ തോതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇതിൽ തിരിച്ചിട്ടാണ് ഉള്ളത് കേട്ടോ. ഭൂപടങ്ങളെല്ലാം വ്യക്തമായ തോതിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അവ? ഒന്ന്, പ്രസ്താവന രീതി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽസ്. അടുത്തത് ഭിന്നക രീതി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. അടുത്തത് രേഖാരീതി, ലീനിയർ സ്കെയിൽ. അപ്പോൾ ഈ 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ അടിസ്ഥാനത്തിലാണ് ഭൂപടങ്ങളെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്? പ്രസ്താവനാ രീതി, ഭിന്നക രീതി, രേഖാരീതി. ഇനി ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക? ഏതാണ്? പ്രസ്താവനാ രീതി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽസ്. അപ്പോൾ ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ നമുക്ക് അത് പ്രസ്താവന രീതിയിലാണെങ്കിലാണ് നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ. ഈ ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി. ഓക്കെ. അപ്പോൾ ഭിന്നക രീതി എന്ന് പറഞ്ഞാൽ ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ഒരു ആനുപാതിക അകലമുണ്ടല്ലോ, അതിനെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഭൂപടങ്ങൾ വലുതാകുകയോ അല്ലെങ്കിൽ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായി മാറുന്നു. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? ഒന്നും കൂടി ചോദിക്കാം. ഭൂപടങ്ങൾ വലുതാകുകയോ ചെറുതാകുകയോ ചെയ്യുകയാണ്. ആ ടൈമിൽ അതിൽ നിന്നും രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായി മാറുന്നു. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? എന്തായിരിക്കും? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബ്രിട്ടീഷുകാർ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ബ്രിട്ടീഷ് സിസ്റ്റം. ഓക്കെ. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ദൂരം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ബ്രിട്ടീഷ് സിസ്റ്റം. മെയിനായിട്ടും അവർ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഇഞ്ച്, ഫർലോങ്, മൈൽ. അപ്പോൾ ഇഞ്ച്, ഫർലോങ്, മൈൽ എന്നിവയാണ് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന യൂണിറ്റുകൾ. നിലവിൽ ഇന്ത്യയിൽ ദൂരമളക്കുന്ന യൂണിറ്റാണ് മെട്രിക് സിസ്റ്റം. മെട്രിക് സിസ്റ്റം വഴിയാണ് പ്രധാനമായിട്ടും നമ്മൾ ദൂരം അളക്കുന്നത്. അതായത് സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ പോലുള്ളതാണ് എക്സാമ്പിൾ. വിവിധ രാജ്യങ്ങളിൽ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ വ്യത്യസ്തമാണ്. ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാനായി ഉപയോഗിക്കുന്ന തോതാണ് ഭിന്നക രീതി. ഓക്കെ. അതായത് ഓരോ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് ദൂരം അളക്കാനുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ദൂരം മാത്രമല്ല, നമ്മളെ വെയ്റ്റിനെ പറ്റിയിട്ട്, മാസിനെ പറ്റിയിട്ടായാലും എല്ലാം. അപ്പോൾ ഇത് നമുക്ക് അനായാസം അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് നമുക്ക് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന തോതാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. നമ്മളിനി വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണത്തിൽ പറഞ്ഞ ഒരാളാണ് കഡസ്ട്രൽ മാപ്പ് അല്ലെങ്കിൽ കഡസ്ട്രൽ ഭൂപടം. ഈ കഡസ്ട്രൽ എന്ന ഫ്രഞ്ച് പദത്തിന് അർത്ഥം എന്താണ്? പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, രജിസ്റ്റർ ഓഫ് ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി എന്ന് നമുക്ക് എന്ത് പറയാം? ഇതിനെ പറയാം. കഡസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് കഡസ്ട്രൽ എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഈ ഭൂപടത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നും കൂടെ പറഞ്ഞുതരാം. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂചിപ്പിക്കുന്നതിനായി നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ. ഇതെന്ന് പറയുന്നത് ഭൂനികുതി കാണിക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടം കൂടിയാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ. ഈ കഡസ്ട്രൽ ഭൂപടത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രാമങ്ങളിലെ ഭൂപടങ്ങൾ, അതായത് ഗ്രാമഭൂപടങ്ങൾ, വില്ലേജ് മാപ്സ്, ഇതൊക്കെയാണ് കഡസ്ട്രൽ ഭൂപടത്തിന് മെയിനായിട്ടുള്ള ഉദാഹരണം. അപ്പം ഇത്രയുമാണ്. ഏകദേശം 30 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിതിൽ പോയിൻ്റ് വൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ അതിൽ കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അഡീഷണലായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നാണ് കരുതുന്നത്. സോ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
താങ്ക് യു.